വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ ആനന്ദത്തിൽ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് എറേഴ്സ്. ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്സ് എറേഴ്സ് ഉണ്ട്. സിന്റാക്സ് എറേഴ്സ്, ലോജിക്കൽ എറേഴ്സ്, റൺ ടൈം എറർ. അപ്പൊ 3 ടൈപ്സ് എറേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, തിയറട്ടിക്കലി പഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ 3 ടൈപ്സ് എറേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പം ഇതൊരു പ്രോഗ്രാം ആണ്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഷിംഗുള്ള IO സ്ട്രീം. ഇതൊരു നിങ്ങൾ പ്രോഗ്രാം ഇതുവരെ പഠിച്ചിട്ടില്ല, പക്ഷെ ഒരു C+ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം ഇത് തന്നെയാണ് കേട്ടോ. C++ പ്രോഗ്രാം തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു വേരിയബിൾ ഞാൻ മാറ്റിക്കോട്ടെ. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്തു. ഇതെന്താണ്, നമുക്ക് 2 നമ്പേഴ്സ്, നമ്മൾ ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കുന്നു. ആ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് വരണം, നമുക്ക് ഇതിന്റെ ഡിവിഷൻ വരണം. ഇവിടെ D = A/B എന്നല്ലേ. അപ്പൊ എന്താണ്, എയും ബിയും 2 ഇൻപുട്ട് വാല്യൂസ് കൊടുത്തു. എന്നിട്ടാണെങ്കിൽ എയും ബിയും ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഇവിടെ സ്ലാഷിന്റെ സാർ കൊടുക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. സാർ എന്ത് ചെയ്തത്, നമ്മൾ ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു, റൺ ചെയ്യുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പറയാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കാൻ പറയണം. എൻ്റർ 2 നമ്പേഴ്സ് പറയണം കേട്ടോ. അപ്പൊ എൻ്റർ 2 നമ്പേഴ്സ് സാർ എന്ത് കൊടുത്തു, ഇത് കൊടുത്തു. 6 കൊടുത്തു, 3 കൊടുത്തു. 6 കൊടുത്തു, 3 കൊടുത്തു. 6/3 എത്രയാ മക്കളെ? 2. അഥവാ ഡിവിഷൻ ഈസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലേ. ഡിവിഷൻ ഈസ് 2. സാർ അത് സ്ലാഷ് ഇട്ട് കൊടുക്കും കേട്ടോ. ഡിവിഷൻ ഈസ് 2. അവിടെ ഔട്ട്പുട്ടിന് ഒരു കുഴപ്പമില്ല അല്ലേ. ഡിവിഷൻ ഞാൻ വേണമെങ്കിൽ ഒരു സ്ലാഷ് ഇട്ട് താഴോട്ടാക്കാം കേട്ടോ. നമ്മൾ എസ്കേപ്പ് സീക്വൻസ് പറയും. എസ്കേപ്പ് സീക്വൻസ് എന്താണ് മക്കളെ? സ്ലാഷ് ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു C+ പ്രോഗ്രാമിൽ നമ്മൾ യുവ ബാച്ചിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് എസ്കേപ്പ് സീക്വൻസ്. അപ്പൊ സ്ലാഷൻ കൊടുക്കുമ്പോൾ അടുത്ത ലൈനിലായിട്ട് ഫോം ചെയ്ത് വരും കേട്ടോ. അപ്പൊ എന്താണ്, ഞാൻ വീണ്ടും ഒന്ന് സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. ഓക്കെ, യെസ്, 2 നമ്പേഴ്സ് കൊടുക്കുകയാണ്. 10/5 10ഉം 5ഉം കൊടുത്തു. 10/2 5 എത്ര മക്കളെ? 2. അപ്പൊ 2 ഔട്ട്പുട്ട് വന്നല്ലേ. അപ്പൊ നമ്മൾ ഇത് സാധാ ഒരു പ്രോഗ്രാം, ഒരു എറേഴ്സും ഒരു ടൈപ്പ് എറേഴ്സും ഇല്ലാത്ത ഒരു സാധാ ഒരു പാവം പ്രോഗ്രാം ആണ് അല്ലേ. സാർ ഇതിനകത്ത് എറേഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈപ്പ് എറർ ആണ് സിന്റാക്സ് എറർ. ഇതാണ് സിന്റാക്സ് എറർ. എന്താണ് സിന്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ മക്കളെ? സിന്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ റൂൾസ് അല്ലെങ്കിൽ സിന്റാക്സ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ എറേഴ്സ് ആണെന്ത്, സിന്റാക്സ് എറേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇവിടെ വെക്കാം. സാർ ഈ ഒരു പ്രോഗ്രാമിനകത്ത് താണ്ട ഈ A,B,D എന്നാണ് കൊടുത്തേക്കുന്നില്ലേ. അവിടെ ലാസ്റ്റ് ഒരു സെമിക്കോളൻ കൊടുത്തേപ്പുണ്ട്. സാർ ആ സെമിക്കോളൻ അങ്ങ് മാറ്റിയാണ്. മാറ്റി എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്തപ്പോൾ ഇവിടെ എന്താണ് മക്കളെ, ദാണ്ട ഇവിടെ എന്താണ് വന്നേക്കുന്നത്, ഇവിടെ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഇവിടെ കുറെ എറേഴ്സ് വന്നേപ്പോണ്ടില്ലേ. കാരണം എന്താ മക്കളെ, നമ്മുടെ ഇവിടെ എന്താണ്, ഇവിടെ A/Bക്ക് സെമിക്കോളൻ ഇല്ല എന്നിവിടെ പറഞ്ഞേപ്പോണ്ടില്ലേ. യെസ്, സെമിക്കോളൻ മിസ്സിംഗ് ആണ്. അപ്പൊ എന്താണ്, ഈ കമ്പൈൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലേഷൻ സക്സസ്ഫുൾ എന്ന് വന്നില്ല എങ്കിൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കത്തില്ല, മുന്നോട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ ഇവിടെ എന്താണ് സെമിക്കോളൻ സാർ ഇട്ട് കൊടുത്തു, വീണ്ടും സേവ് ചെയ്തു, ബിൽഡ് ചെയ്തു. ഓക്കെ, ഇവിടെ എന്ത് വന്നു മക്കളെ, കമ്പൈലേഷൻ കൊടുത്തപ്പോൾ എന്താ മക്കളെ, കമ്പൈലേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കമ്പൈലേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ, അപ്പം കമ്പൈലേഷൻ സക്സസ്ഫുൾ എന്ന് വന്നു. അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് എറർ എന്ന് പറഞ്ഞാൽ. ഇനി വേറെ ഐറ്റം എന്ന് പറഞ്ഞാൽ സാർ ഇവിടെ എന്താണ്, ഇവിടെ സാറ് സ്മോൾ ലെറ്റർ ഡി യൂസ് ചെയ്തു. പക്ഷെ ഇവിടെ കൊണ്ടുപോയിട്ട് സാർ എന്ത് ചെയ്തു മക്കളെ, ക്യാപിറ്റൽ ലെറ്റർ ഡി കൊടുത്തു. ഓക്കെ, അപ്പൊ സാർ സേവ് ചെയ്തു. അഥവാ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തപ്പോൾ സ്മോൾ ഡി യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ കൊണ്ടുപോയി ക്യാപിറ്റൽ ഡി യൂസ് ചെയ്തു. ഓക്കെ, യെസ്, സാർ എന്ത് ചെയ്തു, കൺട്രോൾ സേവ് അടിച്ചു, ബിൽഡ് ചെയ്തു, യെസ്, കമ്പൈൽ ചെയ്തു. ഇവിടെ എന്താ മക്കളെ വന്നേക്കുന്നത്, ഇവിടെ ഇറന്ന് പറഞ്ഞാൽ ദാണ്ട ഡി വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദ സ്കോപ്പ്. ഡി ക്യാപിറ്റൽ ഡി ആണെങ്കിൽ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തപ്പോൾ ഡിക്ലെയർ ചെയ്ത സ്മോൾ ഡി ആണ് അല്ലേ, സ്മോൾ ഡി ആണ്.
പക്ഷെ ഇവിടെ കൊണ്ട് യൂസ് ചെയ്ത് ക്യാപിറ്റൽ ഡി ആണ്. ഇവിടെ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ഡി ആദ്യമേ കൊടുക്കണം, ഓക്കെ, അല്ലെങ്കിൽ സ്മോൾ ഡി എല്ലായിടത്തും ആക്കണം. നമ്മൾ ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് പഠിച്ചായിരുന്നു. ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് ലാസ്റ്റ് പറയുന്നുണ്ട് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവിന്റെ മീനിങ് എന്താ മക്കളെ? നമ്മൾ എവിടെ പ്രോഗ്രാമിൽ എല്ലായിടത്തും സെയിം വേരിയബിൾ യൂസ് ചെയ്യണം. ഒന്നെങ്കിൽ എല്ലാം ലോവർ കേസ് അല്ലെങ്കിൽ എല്ലാം അപ്പർ കേസ്. അഥവാ അപ്പർ കേസിനെ ലോവർ കേസിനെ എന്താ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്മോൾ ലെറ്റർ ഡി യൂസ് ചെയ്ത് ഇവിടെ സ്മോൾ ലെറ്റർ ഡി യൂസ് ചെയ്യുക, ഓക്കെ. അപ്പൊ എറർ മാറിക്കും കേട്ടോ. യെസ്, ചുമ്മാ ഒക്കെ ചെയ്ത് നോക്കാം. ചുമ്മാ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എറേഴ്സ് ഒക്കെ വരും, എറേഴ്സ് വരുമ്പോൾ മനസ്സിലായിക്കോളും, ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ, ദെൻ കമ്പാരിസൺ. ആ ഒരു ഡി എന്ന് പറയുന്ന ഐറ്റം സ്മോൾ ലെറ്റർ ആക്കിയപ്പോൾ എന്താ മക്കളെ? അവിടെ എറേഴ്സ് എല്ലാം മാറി സക്സസ്ഫുൾ ആയിട്ട് വന്നു. ഓക്കെ, ഇത് സിൻടാക്സ് എറർ ആണ്. അപ്പൊ പ്രോഗ്രാമിന്റെ റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ എറേഴ്സ് നമ്മളെ എന്ത്? സിൻടാക്സ് എറർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പറയുകയാണ് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ സിൻടാക്സ് റൂൾസ് ഒന്നുമല്ല, പ്രോഗ്രാമിന്റെ ഇതിനകത്ത് ഇപ്പൊ എറേഴ്സ് ഒന്നും ഇല്ലല്ലോ, ഇതിനകത്ത് എറേഴ്സ് ഒന്നും ഇല്ല, കമ്പൈലേഷൻ സക്സസ്ഫുൾ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ സാർ ഇതിന്റെ ലോജിക്ക് മാറ്റിയാണ്. ലോജിക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിവിഷൻ ഓഫ് നമ്പേഴ്സ് അല്ലയോ, ഡിവിഷൻ ഓഫ് നമ്പേഴ്സ് സാർ സ്ലാഷ് മാറ്റിയിട്ട് മൈനസ് ഇട്ടു. സ്ലാഷ് മാറ്റിയിട്ട് സാർ എന്തിട്ടു? മൈനസ് എന്നിട്ടു. മൈനസ് എന്നിട്ടപ്പോൾ സാർ ഒരു കുഴപ്പമില്ല, ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ഓക്കെ, റൺ ചെയ്തു. ഓക്കെ, ഇപ്പൊ 10ഉം 5ഉം കൊടുത്തു. എനിക്ക് ഔട്ട്പുട്ട് വരേണ്ടത് 2 ആണ്, ഓക്കെ. പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് വന്നത് എന്താ മക്കളെ? 5 ആണ്. അപ്പൊ 10 മൈനസ് 5 5 വന്നു. കാരണം എന്താ മക്കളെ? എന്റെ പ്രോഗ്രാമിന്റെ ലോജിക്ക് അഥവാ ഇക്വേഷൻ തെറ്റായിപ്പോയി, ഇക്വേഷൻ മാറിപ്പോയി. സോ ഇതിനെന്ത് വിളിക്കാം? ലോജിക്കൽ എറർ അഥവാ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്ക്. പ്രോഗ്രാം ലോജിക്കിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അല്ലെങ്കിൽ എറേഴ്സ് മക്കളെ എന്ത്? അല്ലെങ്കിൽ പ്രോഗ്രാം ലോജിക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ എറേഴ്സ് മക്കളെ എന്ത്? ലോജിക്കൽ എറർ എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയാണ് റൺ ടൈം എറർ. റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഞാൻ വീണ്ടും ഡിവിഷൻ കൊടുത്തു, പ്രോഗ്രാം കറക്റ്റ് ആക്കി, ബിൽഡ് കൊടുത്തു, കമ്പൈൽ കൊടുത്തു. റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം നമ്മൾ ബിൽഡ് ചെയ്തു, കമ്പൈൽ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഇതാണ് പ്രോഗ്രാം റണ്ണിങ് അഥവാ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്ന ആ ഒരു വിൻഡോ വരുന്നതാണ് മക്കളെ പ്രോഗ്രാം റൺ എന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക, ആ ഒരു പ്രോസസ് ആണ് പ്രോഗ്രാം റൺ അഥവാ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ ആ പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. അപ്പൊ സാർ എന്ത് കൊടുത്തു? സാർ എയുടെ വാല്യൂ 5 എന്ന് കൊടുത്തു, ബിയുടെ വാല്യൂ 5 എന്ന് കൊടുത്തു. 5/0 എന്നല്ലേ വരുന്നത്. അപ്പൊ 5ഉം കൊടുത്ത് 0യും കൊടുത്തു. ഓക്കെ, അപ്പൊ അവിടെ എന്ത് പറയുക മക്കളെ? ഔട്ട്പുട്ട് ഒന്നും വരുന്നില്ല, ഔട്ട്പുട്ട് ഒന്നും വരുന്നില്ല. ക്ലിയർ? അപ്പൊ എന്താണ് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ? എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ റൺ ടൈമിൽ കൊടുത്തു, പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ കൊടുത്തു. ഇതിനെ എന്ത് വിളിക്കാം നമുക്ക്? റൺ ടൈം എറർ അഥവാ എക്സിക്യൂഷൻ എറർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, റൺ ടൈം എറർ. ക്ലിയർ? അപ്പൊ ഇതാണ് 3 ടൈപ്സ് എറർ എന്ന് പറയട്ടോ. എന്തൊക്കെയാണ്? സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ റേസ്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്ക്. ഓക്കെ, റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ റൺ ടൈമിൽ കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ 0/5 കൊടുത്തപ്പോൾ എന്താ മക്കളെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കാനില്ല, റൺ അവിടെ എറേഴ്സ് വന്നത്. ഇപ്പൊ ഞാൻ എന്താ മക്കളെ ഞാനിപ്പോൾ 0/5 കൊടുക്കുകയാണ്, ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. അത് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 5നെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ നമ്മളവിടെ എറർ വരും. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത വാല്യൂ എന്താണ് റൺ ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ വരുന്ന എറേഴ്സ് നമുക്ക് ഇത് റൺ ടൈം എറേഴ്സ്. അപ്പൊ 3 ടൈപ്സ് എറേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് നമ്മളെ വീഡിയോയിൽ അറിയിക്കുക. അപ്പൊ മാക്സിമം ഈ ഒരു വീഡിയോ വാല്യുബിൾ വീഡിയോ ആണ്. സോ നിങ്ങൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.